മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സങ്കീർണതകളേറെയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പം നിവാസികളെ പുറത്താക്കരുത് എന്നതാണ് പൊതു അഭിപ്രായം. അഭിഭാഷകർ തന്നെ വാദിച്ചാൽ നന്നായിരിക്കും. അടുത്ത മാസം റിപ്പോർട്ട് നൽകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സങ്കീർണതകൾ ഏറെയെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. വിവരങ്ങൾ. നിഖിൽ, ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷന്റെ ആദ്യത്തെ ഹിയറിംഗ് ഇന്ന് നടന്നു. കാക്കനാട് കളക്ട്രേറ്റിലായിരുന്നു ഹിയറിംഗ് നടന്നത്. വഖഫ് ബോർഡിൻ്റേത് ഒഴിച്ച് ബാക്കിയുള്ള പ്രതിനിധികളൊക്കെ തന്നെ ഇന്ന് കളക്ട്രേറ്റിൽ ഹാജരായിരുന്നു. വഖഫ് സംരക്ഷണ സമിതി, അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിന്റെ അധികൃതർ, അതുകൂടാതെ തന്നെ മുനമ്പത്തെ ഭൂവുടമകൾ, അതായത് സമരസമിതിക്കാർ, ഇവരൊക്കെ തന്നെയാണ് ഹാജരായിക്കൊണ്ട് തങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വാദഗതികൾ സിറ്റിംഗിൽ മുന്നോട്ട് വെച്ചത്. പ്രധാനമായിട്ടും വഖഫ് സംരക്ഷണ സമിതി പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളൊരു നിലപാട് തന്നെ അവർ ആവർത്തിച്ചു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഫറൂഖ് കോളേജ് അധികൃതർ അവിടെ ഉന്നയിച്ച വാദഗതികൾ തന്നെയാണ്. മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ഈ പറയുന്ന കക്ഷികൾക്ക് വേണ്ടിയിട്ട് സിറ്റിംഗിൽ ഹാജരാകുന്നത്. നിലവിൽ വഖഫ് ബോർഡിന്റെ വാദം 15-നാണ് നടക്കുക. അതായത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള സുഗുണപാലൻ ആണ്, അഡ്വക്കേറ്റ് സുഗുണപാലനാണ് ഈ പറയുന്ന സിറ്റിംഗിൽ ഹാജരാകുന്നത്. വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് അദ്ദേഹമായിരിക്കും വാദഗതികൾ മുന്നോട്ട് വെക്കുക. അതോടൊപ്പം തന്നെ ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടി ഹാജരാകും. ഇന്ന് പ്രധാനമായിട്ടും ഈ പറയുന്ന ഈ ഫറൂഖ് കോളേജിന്റെ അധികൃതർ ഈ സിറ്റിംഗിൽ മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് വഖഫ് ഭൂമി അല്ല ഈ പ്രസ്തുത തർക്കഭൂമി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭൂമി ഇഷ്ടദാനം കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ വിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള എല്ലാവിധ അധികാരങ്ങളും തങ്ങൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി കൈമാറ്റം ചെയ്തത്. വഖഫ് ഭൂമിയായിട്ട് എവിടെയും പറയുന്നില്ല. ഗിഫ്റ്റ് ഡീഡ് അഥവാ ഇഷ്ടദാനം എന്നുള്ള രീതിയിലാണ് ഇത് പറയപ്പെടുന്നത്. ഇത് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിയിലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് സിറ്റിംഗിനിടയിൽ ഫറൂഖ് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഭൂസംരക്ഷണ സമിതിയുടെ സമരക്കാരും പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായങ്ങൾ ഒന്നും തന്നെ വഖഫ് ഭൂമിയാണെന്ന് പരാമർശങ്ങളില്ല. അതുകൂടാതെ ഈ പറയുന്ന ഭൂമി, അതായത് ഇതൊരു ഇഷ്ടദാനത്തിന്റെ വകയായിട്ട് കിട്ടിയ ഭൂമിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫായിട്ട് കണക്കാക്കാനാകില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഈ സിറ്റിംഗിൽ മുന്നോട്ട് വെച്ചത്. സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തന്റെ ഈ റിപ്പോർട്ടോടുകൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. പൊതുവായിട്ട് സാധാരണക്കാർ താമസിക്കുന്ന ഇടമാണ്, അതുകൊണ്ട് തന്നെ ആ ഭൂമി അവരുടേതാണ് എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ഭൂമിയുടെ കിടപ്പ്, അവിടെ എത്ര താമസക്കാരുണ്ട്, ഇത് അടക്കമുള്ള കാര്യങ്ങളാണ് ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കുന്നത്. 15, 22 ഈ 2 തീയതികളിലുമായിട്ട് ഹിയറിംഗ് തീർക്കും. അതിനുശേഷം ഫെബ്രുവരി അവസാനത്തോടു കൂടി താൻ റിപ്പോർട്ട് നൽകുമെന്നുള്ളൊരു നിലപാടും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി ഈ പറയുന്ന കക്ഷികൾക്ക് വീണ്ടും അവരുടെ വാദഗതികൾ സിറ്റിംഗിൽ മുന്നോട്ട് വയ്ക്കാം. പ്രധാനമായിട്ടും വഖഫ് ബോർഡിന്റെ അഭിഭാഷകനായിരിക്കും തങ്ങളുടെ വാദഗതികൾ 15-ന് ഉന്നയിക്കുക. അതിനുശേഷം 22-ന് അവസാന ഹിയറിംഗ് നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നീക്കം. എന്തായാലും സംരക്ഷണ സമിതിയുടെ ആൾക്കാരും അതോടൊപ്പം വഖഫ് സംരക്ഷണ സമിതി അതിനുശേഷം പിന്നീട് ഫറൂഖ് കോളേജിന്റെ അധികൃതർ ഇവരൊക്കെ തന്നെയാണ് ഇന്ന് വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇവരുടെയൊക്കെ വാദങ്ങൾ ക്രോഡീകരിച്ച് ഒപ്പം തന്നെ റവന്യൂ ഒഫീഷ്യൽസ് നൽകിയിട്ടുള്ള രേഖകളും ക്രോഡീകരിച്ചതിന് ശേഷമായിരിക്കും ഒരു റിപ്പോർട്ടായിട്ട് സർക്കാരിന് മുന്നിലേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുക. എന്തായാലും ഈ റിപ്പോർട്ടോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ജുഡീഷ്യൽ കമ്മീഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. നിഖിൽ. ശരി രേഷ്മ, മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സങ്കീർണതകൾ ഏറെയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പം നിവാസികളെ പുറത്താക്കരുത് എന്നാണ് പൊതു അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു.